ഉണ്ണിയപ്പം കഴിക്കാൻ ആഗ്രഹം തോന്നിക്കഴിഞ്ഞാലും നമുക്ക് അരി കുതിർക്കണം, അരക്കണം എന്നൊക്കെ കരുതിയിട്ട് മടി പിടിച്ചിട്ട് ഒന്ന് ബാക്ക് നിൽക്കില്ലേ. ഇനി അങ്ങനെയൊന്നും മടി പിടിച്ചിട്ടും ബാക്ക് നിൽക്കേണ്ട കാര്യമില്ല. അതുപോലെ ഗസ്റ്റ് വരികയാണെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. വളരെ പെട്ടെന്ന് സോഫ്റ്റ് ആയിട്ട് ടേസ്റ്റി ആയിട്ടുള്ള ഇൻസ്റ്റന്റ് ഉണ്ണിയപ്പം നമുക്ക് തയ്യാറാക്കി എടുക്കാം. ഇതാ ഉണ്ണിയപ്പം നല്ല സോഫ്റ്റ് ആണ്, അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ നമുക്ക് ഈ ഒരു ഉണ്ണിയപ്പം എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിതാ റവയാണ് എടുത്തിട്ടുള്ളത്, റോസ്റ്റഡ് റവ. ഏത് ബ്രാൻഡിന്റെ ആയാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ നെല്ലറയുടെയാണ് എടുത്തിട്ടുള്ളത്, വറുത്ത റവയായ മതി. അതുപോലെ തന്നെ 1 കിലോ ശർക്കര എടുത്തിട്ടുണ്ട്. ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഞാൻ ഈ ഒരു കപ്പിന് 2 കപ്പ് റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾ ഏത് കപ്പാണോ എടുക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള അളവ് എടുത്താൽ മതിയാക്കും. 1 കപ്പ് റവയാണ് എടുക്കുന്നുണ്ടെങ്കിൽ 1/2 കപ്പ് മൈദ അങ്ങനെ ചേർത്ത് കൊടുത്താൽ മതിയാകും കേട്ടോ. ഞാൻ 2 കപ്പ് റവയാണ് എടുക്കുന്നത്, അതിനനുസരിച്ചിട്ട് 2 കപ്പ് റവയ്ക്ക് 1 കപ്പ് മൈദ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ എടുക്കുന്ന പാത്രം എങ്ങനെയാണോ അതിനനുസരിച്ചിട്ടുള്ള അളവ് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ണിയപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. 1 കപ്പ് മൈദയും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്നും രണ്ടും കൂടിയിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 കപ്പ് പാലാണ്. ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 കപ്പ് പാലാണ്. ഈ പാലും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ശർക്കര ഉരുക്കിയെടുക്കാം. ഞാനിത് ഒരു 9 അച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. അത് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്ന് ഉരുക്കിയെടുക്കാം. നമ്മുടെ മധുരം എത്രയാണോ വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചുള്ള ശർക്കര എടുത്താൽ മതി. ഞാനിതൊന്ന് ഉരുക്കാനായിട്ട് വെക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടി വേണം. എൻ്റെ അടുത്ത് പൊടിച്ച ഏലക്ക കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഒരു 5 ഏലക്ക എടുത്തിട്ട് അതിന്റെ തൊലി കളഞ്ഞിട്ട് സീഡ് മാത്രം എടുത്തിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടൊന്ന് പൊടിച്ചെടുക്കുകയാണ്. ഇനി ഇതിലേക്ക് വേണ്ടത് പഴമാണ്. അപ്പൊ നിങ്ങളുടെ കയ്യിൽ ഏത് പഴമാണ് ഉള്ളതെന്ന് വെച്ചാൽ അതെടുക്കാം. ഞാനിതാ റോബസ്റ്റ് പഴമാണ് എടുത്തിട്ടുള്ളത്. റോബസ്റ്റ് പഴമാണ് കുറച്ചും കൂടിയും ഇതിലേക്ക് ടേസ്റ്റ് കൂടുതൽ ഉണ്ടാവുക. അപ്പൊ പഞ്ചസാരയും ഏലക്കയും കൂടി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് പഴം ചെറുതായിട്ട് അരിഞ്ഞ് അതൊന്ന് അരച്ചെടുക്കണം. ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതൊന്ന് അരച്ചെടുക്കാം. ഇപ്പൊ ശർക്കര ഉരുകിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് റവയിലേക്ക് ശർക്കര ചൂടോടുകൂടി തന്നെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇപ്പോ ചൂടുള്ള ശർക്കര റവയിലേക്ക് ഒഴിച്ചു കൊടുത്താല് മൈദ കട്ട പിടിക്കോ എന്ന് ചിലപ്പോ ഡൗട്ട് ഉണ്ടാവും. അങ്ങനെ കട്ട പിടിക്കൊന്നുമില്ല. അത് പെട്ടെന്ന് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. വേഗത്തിൽ തന്നെ ഇളക്കി കൊടുത്താൽ മതിയാകും. ഇനി നിങ്ങൾക്ക് അങ്ങനെ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ മൈദ ചേർക്കുന്നതിന് മുന്നേ തന്നെ ശർക്കര ചേർത്ത് കൊടുക്കാം. എന്നിട്ട് തണുത്തതിന് ശേഷം മൈദ ചേർത്ത് കൊടുത്താലും മതിയാകും. എങ്ങനെയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഇതാ ചൂടോടുകൂടി തന്നെ അത് റവയില് ചൂടോടുകൂടി തന്നെ ശർക്കര പാനി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് കൈവിടാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. അതിലേക്ക് പഴവും ഏലക്കായും കൂടി അരച്ചിട്ടുണ്ടല്ലോ, അതും കൂടി ചേർത്ത് കൊടുക്കാം. പഴം ചേർത്ത് കൊടുത്തിട്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് വറുത്തെടുക്കണം. അതിനായിട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് തേങ്ങ ചെറുതായിട്ട് അരിഞ്ഞെടുത്തത് ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 1/2 ടീസ്പൂൺ എള്ളാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. വെളുത്ത എള്ളോ കറുത്ത എള്ളോ ഏതാണ് ഉള്ളതെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കാം. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അത് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇനി ഇത് ഈ ഒരു ഉണ്ണിയപ്പത്തിന്റെ കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പൊ ചൂടുള്ള ശർക്കര ഒഴിച്ചു കൊടുത്തപ്പോൾ റവ ഒന്ന് കട്ടായിട്ട് വന്നിട്ടുണ്ട്.
അപ്പോൾ നമ്മുടെ അടുത്ത് ബാക്കി ശർക്കരപ്പാനി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ലൂസാക്കി എടുക്കണം. അപ്പോൾ ഇതാ നന്നായിട്ട് കട്ടായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിതാ ശർക്കരപ്പാനിയും ബാക്കിയുള്ളത് ഒഴിച്ചു കൊടുക്കുകയാണ്. കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കണം കേട്ടോ, ഒന്നിച്ച് ഒഴിച്ചു കൊടുക്കരുത്. അപ്പം നമ്മുടെ ഉണ്ണിയപ്പത്തിന്റെ ആ ഒരു കൂട്ടിന്റെ അളവ് ഒക്കെ തെറ്റിപ്പോവും. നമുക്ക് ആവശ്യത്തിന് മാത്രം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പൊ ഞാൻ എടുത്ത പാത്രം ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു ഗ്ലാസിന്റെ ബൗള് അത് ഫുള്ളായപ്പോൾ ഞാൻ വേറൊരു സ്റ്റീലിന്റെ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്കതൊന്ന് മിക്സ് ചെയ്യാനൊക്കെ സൗകര്യമാണ്, കുറച്ചുകൂടി വലിയ പാത്രം എടുത്തു കഴിഞ്ഞാൽ. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കണം. തേങ്ങ ചെരുവിയത് ഒരു 1/4 കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ തേങ്ങ ചെരുവിയത് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതുവരെ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഒരു 1/2 ടീസ്പൂണിലും കുറവ് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു പിഞ്ച് ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും നമ്മൾ ചുടുന്നതിന് ഒരു 5 മിനിറ്റ് മുന്നെയാണ് നമുക്ക് ബേക്കിംഗ് സോഡയൊക്കെ ചേർത്ത് കൊടുക്കേണ്ടത്. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കുറച്ച് വെള്ളം കുറവുണ്ട്, അപ്പോൾ ഞാനൊരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കരുത് കേട്ടോ. വെള്ളം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു മാവിൻ്റെ ആ ഒരു പാകം തെറ്റിപ്പോവുള്ളൂ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ആവശ്യത്തിനനുസരിച്ചിട്ട് ഓരോ ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയാകും. അപ്പോൾ ഉണ്ണിയപ്പച്ചട്ടി ചൂടായിട്ടുണ്ട്, അതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുത്തു. ഓയിൽ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ണിയപ്പം ചുട്ടെടുക്കാം. ഓരോ ഉണ്ണിയപ്പവും ചുട്ടെടുക്കാം. അതുപോലെ വെള്ളം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് ഓരോ ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ചുട്ടെടുത്താൽ മതിയാകും. ഇപ്പോൾ അരി കുതിർക്കുകയോ അരക്കുകയോ ഒന്നും ചെയ്യാതെ വളരെ പെട്ടെന്ന് നമുക്കൊരു ഗസ്റ്റ് വരികയാണെന്നൊക്കെ പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് 4 മണിക്ക് ചായയുടെ കൂടെ കഴിക്കാനൊക്കെ ഇൻസ്റ്റൻ്റായിട്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ണിയപ്പമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി ഞാൻ ഉണ്ണിയപ്പം ഒന്ന് ചുട്ടെടുക്കട്ടെ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ റവ ഉപയോഗിച്ചിട്ടുള്ള ഈ ഒരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് ഉടനെ വരാം.